മുൻ മേയർ എം കെ വർഗീസിനെ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ വീട്ടിലെത്തി കണ്ടു. രാജൻ പല്ലനെ എം കെ വർഗീസ് ത്രിവർണ്ണ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തൃശൂരിൽ രാജൻ പല്ലൻ വിജയിക്കുമെന്നും സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരുമെന്നും എം കെ വർഗീസ് പറഞ്ഞു. സന്ദേശം എന്ന് പറയുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ പാർട്ടി വിട്ടുപോയാൽ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണം തന്നെയാണ്. അത് അന്നും ഇന്നും ഞങ്ങൾ എപ്പോഴും പറയുന്നു. അത് തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. എം കെ വർഗീസ് വന്നതിൽ പൂർണ്ണ സന്തോഷവാനാണ്. അല്ല, ഈ കോർപ്പറേഷനിൽ വലിയ അടിപിടിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും ഷാളക്കണീസ് ഒപ്പം നിൽക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോർപ്പറേഷനിലെ അദ്ദേഹം മേയറും ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു. ഒരു നല്ല ഭരണം ഉണ്ടാവണമെങ്കിൽ നല്ല പ്രതിപക്ഷം ഉണ്ടാവണം. നല്ല പ്രതിപക്ഷം ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ ഉണ്ടാവുക. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഭരണപക്ഷത്തിന് തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമായിട്ട് ലഭിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ വിഷയങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ വ്യക്തിപരമല്ല അദ്ദേഹം മേയറായിരുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണ് മേയറായത്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFിൻ്റെ കൗൺസിലാണ്. സ്വാഭാവികമായിട്ടും വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്, അഭിപ്രായങ്ങളുണ്ടായിട്ട് വിമർശനം ഉണ്ടായിട്ടുണ്ട്. എം കെ വർഗീസ് വരുന്നത് പാർട്ടിക്ക് സ്വാഭാവികമായിട്ട് വളരെ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ മാത്രമല്ല, എം കെ വർഗീസ് മാത്രമല്ല, ലാലി ജെയിംസ്, എം കെ വർഗീസ്, ജോർജ് ചാണ്ടി അടക്കമുള്ള, ഷോബി അടക്കമുള്ള എല്ലാവരും പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന് സജീവമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇല്ല, ഇതുവരെ ഉപാധികൾ ഒന്നും ചർച്ച ചെയ്തില്ല. ഒരു ഉപാധികൾ വെക്കേണ്ട ഒരു സാഹചര്യമുള്ള വ്യക്തിയൊന്നുമല്ല ആൾ. അദ്ദേഹത്തിന് അതിനൊരു ആവശ്യമില്ല. മേയർ എന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ചില വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നന്നായി പോകാൻ മാക്സിമം ആൾ ശ്രമിച്ചിട്ടുണ്ട്. കാറി കയറുമ്പോ തടയാനൊക്കെ പോയിട്ട് കടക്കാൻ പറ്റാതെ പിന്നെ കാണുമ്പോ സല്യൂട്ട് അടിച്ചിട്ടൊക്കെ കുറച്ച് വ്യക്തിപരമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കൗൺസിലിനകത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുണ്ടായിരുന്നു. അജണ്ടകളിലെ വിമർശനങ്ങൾ ഉണ്ടാവും. അവർക്ക് LDFിൻ്റെതായിട്ട് നയമുണ്ടായിരുന്നു. മേയർ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിനോടുള്ള ചില സന്ദർഭത്തിൽ അദ്ദേഹത്തെ എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. മേയർ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എനിക്ക് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി. അല്ല, ഒറ്റ കാര്യമുള്ളൂ. ഇടതുപക്ഷം എൻ്റെ കൂടെയായിരുന്നു. അത് ഞാനത് പറയാം. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ അല്ലായിരുന്നു. ഞാൻ സ്വതന്ത്രനായിരുന്നു. ഞങ്ങൾ തമ്മിൽ യാതൊരു എഗ്രിമെൻറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പിരിഞ്ഞു വന്നതിന് ശേഷം ഒരു 3 മാസം റെസ്റ്റ് ഞാൻ ചോദിച്ചത്. നിങ്ങളെല്ലാവരോടും ചോദിച്ചതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗർവാപ്പസി. കാരണം എൻ്റെ കുടുംബമാണ് കോൺഗ്രസ്. ഞാനും രാജൻ പല്ലനും തമ്മിൽ 40-45 വർഷത്തെ ഒരുമിച്ചുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മേയറാക്കാൻ വേണ്ടി എൻ്റെ ഈ വണ്ടി കൊണ്ടാണ് വാങ്ങിച്ചതിന് ശേഷം ആദ്യമായി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി മേയറാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിൽ പോകണമെങ്കിലും ഞാനും IP അതുപോലെ തന്നെ രാജൻ പല്ലനടക്കാതെ പോകാറ്. അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനകത്ത് ചിലപ്പോൾ പ്രതിപക്ഷ നേതാവും മേയർ എന്ന നിലയ്ക്ക് ഉണ്ടാകുന്നത് അത് പാർട്ടിയും തമ്മിലുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ തമ്മിൽ കുടുംബ വഴക്കൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്.